അങ്ങനെ നമ്മൾ സാധനമൊക്കെ ഇറക്കി ചായയൊക്കെ കുടിച്ച് ഇനി നേരെ നാട്ടിലേക്ക്. ഇപ്പോൾ സമയം 8:30, ഒരു 10 മണിക്കൂർ അങ്ങോട്ട്. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഉറങ്ങാൻ നിർത്തേണ്ടി വരും. നല്ല ഉറങ്ങിയില്ല. AC ഒക്കെ വെച്ച് അങ്ങനല്ലേ. മീറ്റിംഗാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ബിസിനസ് കൃഷികൾ സംബന്ധമായ എന്തെങ്കിലും തുടങ്ങാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരോ. തൂത്തുക്കുടി അവിടെ ഫുള്ള് പറമ്പ, കൃഷിയൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ടാവും. ഇവിടെ കൊയിഞ്ഞ പറമ്പേക്കാരം. എന്നാൽ വീടുകളിലോടത്ത് ഇൻട്രസ്റ്റ് ഇല്ല, വ്യവസായങ്ങളും ഇല്ല. അതാണ് വരെ മാറ്റം. തമിഴ്നാട് വ്യവസായം കൂടാനുള്ള കാരണം. ഇവിടെ ഉണ്ടോ, ഇവിടെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ട് പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ഇനി നേരെ ഹൈവേ തൂത്തുക്കുടി പൊള്ളാച്ചി എന്താ ഈ പഴനി തൂത്തുക്കുടി ഹൈവേ. നമ്മൾ നേരെ ഹൈവേക്കട് കയറി നേരെ പഴനിയാണ് അടുത്ത ലക്ഷ്യം. പഴനി കഴിഞ്ഞിട്ട് പൊള്ളാച്ചി, അങ്ങനെ ഓരോരോ ഇത് കുടിച്ചായിട്ടാണ് പോണത്. ഈ ഏരിയ കണ്ടില്ലേ, ഇതൊക്കെ ഇവിടൊക്കെ എന്തൊക്കെ കൂട്ടിയിട്ടിട്ട് വേസ്റ്റ് കൊണ്ടുപോയിട്ട് അങ്ങനത്തെ സെറ്റപ്പാണ്. കരി ഇവിടെ 2 സൈഡിലും കൃഷി മാത്രമേ ഉള്ളൂ. കൃഷിയും പിന്നെ വ്യവസായങ്ങളും. വീടുകളൊക്കെ ഇവിടുന്ന് ഉള്ളിലേക്കാണ്. ഒക്കെ വിളവെടുപ്പ് കഴിഞ്ഞ് ഒക്കെ ട്രാക്ടർ സൈഡാക്കി നിൽക്കുകയാണ് 2 സൈഡും. അങ്ങനെ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്ര നേരം ഇപ്പോൾ ഓട്ടി ഞാൻ ഉറങ്ങി. ഇപ്പോൾ ഞാൻ ഓട്ടുന്നു, ഇപ്പോൾ ഉറങ്ങുന്നു. വണ്ടി മാറണേ. ഉറങ്ങിയതായിരിക്കാം. ഈ ഹൈവേൻ്റെ പ്രശ്നം അതാ, ഉറക്കം വരും. അങ്ങനെ നമ്മൾ ദിണ്ടിഗൽ ഒരു 60 കിലോമീറ്റർ, അത് കഴിഞ്ഞ് പളനി 109 കിലോമീറ്റർ, അത് കഴിഞ്ഞ് പാലക്കാട്. അങ്ങനെ ഏതാ ബ്യൂട്ടിയിലെ തമിഴ്നാട് റോഡ്. സൂപ്പർ റോഡ്, ഹൈവേ. പാലക്കാട് വരെ സൂപ്പറാണ്. പാലക്കാട് നടക്കും പിന്നെ മോശം. നമ്മൾ കേരളത്തിൽ കഴിഞ്ഞാൽ കേരളത്തിൽ എത്തിയാൽ പോയി. ഇവിടെ പോയവരുണ്ടെങ്കിൽ പറയട്ടോ. 11 മണിയിലുള്ളൂ. പക്ഷെ ഇവിടുത്തെ ചൂട്, ചൂടാണ്, അത്രയും ചൂടാണ്. 2 തുണി ദൂരമായിട്ട് ഇരിക്കട്ടെ, 2 തുണി ഫുൾ കൈയൊക്കെ ഇട്ടായിട്ട് അമ്മാതിരി ചൂടാണ്. ഒന്നും പറയാൻ എന്താ രസം. പക്ഷെ മഴയില്ല, പമ്പൻ ചൂടാണ്. ചൂട് മാത്രം. നമുക്ക് ഇനിയും പോകാണ്ട് കുറേ. ആകെ 100 കിലോമീറ്റർ പോയിട്ടുള്ളൂ. 415 കിലോമീറ്ററിന് മൊത്തം പോകാൻ. വൈകുന്നേരവും നാട്ടിലെ തന്നെ. ഇതിക്കൂടെ ഒരു 20 കിലോമീറ്റർ കുറവുണ്ട്. നമ്മൾ വേറെ വഴി പിടിച്ചു, വന്ന വഴിയല്ല. പളനിക്ക് 20 കിലോമീറ്റർ കുറവുണ്ട്. തമിഴ്നാടൊരു മരിച്ച കൊണ്ടാണ് വണ്ടി. അത് ഈ സൈഡ് കാണുന്ന നിർത്തിയിട്ട് ഏതോ തമിഴ്നാടിൻ്റെ ഉൾവഴി കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് പഴനിക്ക്. ഇവിടുന്ന് ഞാൻ 50 കിലോമീറ്റർ. നമ്മൾ ക്രൂസ് ചേഞ്ച് നടത്തി. ഡാഡി വണ്ടി ഓടിക്കും, ഞാൻ സൈഡിലിട്ട്. ഇനിയൊരു 250 കിലോമീറ്റർ നമുക്ക് നാട്ടിൽ പോകാം. നമ്മളിതാ സാധനം കുറച്ചും ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി സൈഡാക്കി. അപ്പോൾ ഇങ്ങനെ കല്ലില്ലത് ഇങ്ങടുത്ത് ഒഴിവാക്കിയാൽ ചൂടാകുമ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ടയർ ഡാമേജ് വരില്ല. ആ സാധനം ഉണ്ട് വേറെ, അത് വേറെ വണ്ടിയിലാണ്. ഇതിലില്ല. ഇതിൽ നമ്മൾ കത്തിയെടുത്തായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒഴിവാക്കി വെച്ച്
തമിഴ്നാടിൻ്റെ ബ്യൂട്ടി ഒന്നും പറയാനില്ല. ഈ റോഡുണ്ടല്ലേ, എന്താ റോഡ്, സൂപ്പർ റോഡാണ്. നേരെ സ്ട്രൈറ്റ് റോഡ്. ഈ നേരെ നമ്മളെ കേരളത്തിൽ എത്തുമ്പോൾ ആകാൻ പറയും കാണിച്ചു തരാം. പാലക്കാട് നിന്ന് തുടങ്ങും റോഡ് മോശം, കുണ്ടും കുഴിയും ഇതും അതും. ഈ ഹൈവേ കറക്റ്റ് അല്ലെങ്കിൽ റോഡ് പാലക്കാട് ഈ തമിഴ്നാട് ജില്ല സൂപ്പറാണ്. ഹൈവേൻ്റെ കാര്യത്തിൽ സൂപ്പർ റോഡ്. 10 ഉറുപ്പ്യ ടോൾ ഏറെ കൊടുത്താലും നഷ്ടമല്ല നമ്മളെ നാടത്ത് വെച്ച് നോക്കുമ്പോൾ. പോകുമ്പോൾ ഒരു അണ്ണൻ പറഞ്ഞത്, ഈ കാറ്റാടിയില്ലേ, കാറ്റാടിയിൽ നമ്മളെ നാട്ടിലത്തെ സിനിമാ നടന്മാർ വന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പോകുമ്പോൾ നമ്മളെ വണ്ടിയിൽ രണ്ടാൻ പറഞ്ഞത് അറിയില്ല എന്താ പാട്. നമ്മൾ പൊള്ളാച്ചി താനപ്പോൾ പിന്നെയും ഡീസൽ ഫുൾ ടാങ്ക് ആക്കണം. ഇവിടെ റേറ്റ് കുറവാണ്. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ 150 ഉള്ളൂ. 3000 ഉറുപ്പ്യക്കായി. എത്രയോ ഉണ്ട്. എങ്ങനെ അല്ലേ കാറ്റാടി പാനൽ അതിൻ്റെ മുകളിലുണ്ട്. ഓരോ ഇതിൻ്റെ കമ്പനീൻ്റെ മേലെ അവിടെ സോളാർ പാനൽ ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ സോളാർ അടിച്ച് തന്നെ ഉണ്ടാക്കണേ. എങ്ങനെയൊക്കെ മാക്സിമം ഉപയോഗിക്കാൻ കഴിയും സ്ഥലം അങ്ങനെയൊക്കെ വലിയ ഉപയോഗിക്കുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ വരുമ്പം പറഞ്ഞില്ല 2 സൈഡ് കമ്പനികളാണെന്ന്. രാത്രിയാണ് കാണില്ല. അതവിടെ ഇങ്ങനെ അവിടെ മൊത്തം ഓരോ കമ്പനികളാണ്. ഇപ്പുറം നോക്കുകയാണെങ്കിൽ ഇപ്പുറം ഈ 2 ഏരിയയിലും വീടുകളില്ല. ഫുള്ള് കൃഷി അല്ലെങ്കിൽ കമ്പനികൾ, അത് മാത്രമേ ഉള്ളൂ. വീടുകളുടെ ഏരിയയിൽ വീടുകൾ മാത്രമേ കമ്പനികൾ ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത തമിഴ്നാടിൻ്റെ. തെങ്ങായിട്ടും കൃഷിയായിട്ടും അങ്ങനെ ഈ ഏരിയ ഇവിടെ തെങ്ങ്. ഈ തമിഴ്നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ എന്ത് കച്ചറ വേസ്റ്റും ഒരു കൊണ്ടുപോകും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി കടന്ന് കൊണ്ടുവരും. എന്ത് കൊണ്ടുപോകും നമ്മളെ നാടിന്. ഈ ഏരിയ ഫുള്ള് കാറ്റാടി. അപ്പോൾ ഒരു 5-6 കിലോമീറ്ററായി ഫുള്ള് കാറ്റാടി. കൃഷികളും അതിനുള്ളൂ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പൊള്ളാച്ചിക്ക് 26 കിലോമീറ്ററുമാണ്. 26 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ കേരളത്തേക്ക് എത്തി. കേരളം അതപ്പം കടന്നു. റോഡ് മോശമായി. അത്രേ ഉള്ളൂ കേരളം തമിഴ്നാട് മാറ്റം മനസ്സിലാക്കാൻ. ഇവിടെ കുറേ ലോട്ടറി പീരീഡ് ഉണ്ടാകും. കാരണം തമിഴ്നാട്ടിൽ ലോട്ടറി നിരോധിതമാണ്. അവിടെ ലോട്ടറി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുന്ന് എടുത്ത അണ്ണന്മാർ അങ്ങോട്ട് പോകും. ഇത് ഇവിടുത്തെ പൈസ അണ്ണന്മാർ അങ്ങോട്ട് കൊണ്ടുപോകും. അതാണ് സംഭവം. അങ്ങനെ ഇപ്പം നമ്മൾ പാലക്കാട് എത്തി. ഇനി നേരെ മണ്ണാർക്കാട്, അങ്ങനെ മഞ്ചേരി. ഓക്കെ, നല്ലൊരു മഴ കിട്ടി. പാലക്കാട് കയറിയപ്പോൾ സൂപ്പർ മഴ. തമിഴ്നാട് തുള്ളി മഴ, പെരും ചൂട്. അങ്ങാടിപ്പുറം എന്നത്തെയും പോലെ ബ്ലോക്ക്. നമ്മൾ തിരൂർക്കാടെത്തി. തിരൂർക്കാട് നല്ല മഴ. കാവനൂരെത്തി. കാവനൂരും കീശേരിയിലും മഴ. വണ്ടിയൊക്കെ റോഡ് സൈഡിലുണ്ടാവും. അല്ലൊന്നും അങ്ങനെ കാവനൂരും കീശേരി. നമ്മൾ അരീക്കോട് എത്തിയിട്ടുണ്ട്. അരീക്കോട് എത്തി. ഇനി വണ്ടി നിർത്തുക, പോവാം.